മലപ്പുറം തെന്നലയിലാണ് CPM മുൻ ലോക്കൽ സെക്രട്ടറി സ്ത്രീകളെ അധിക്ഷേപിച്ചതായുള്ള പരാതി ഉയരുന്നത്. തെന്നല പഞ്ചായത്ത് 1-ാം വാർഡിൽ നിന്ന് വിജയിച്ച LDF സ്ഥാനാർത്ഥിയും CPM മുൻ ലോക്കൽ സെക്രട്ടറിയുമായ KV സയ്യിദ് അലി മജീദിനെതിരെയാണ് പരാതി. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ജംഷീർ കൊടിഞ്ഞിയുണ്ട്. നമുക്ക് ആദ്യം പ്രതികരണം. ഒരു വ്യക്തി പ്രസിഡന്റ് ഇന്നലെ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത് വനിതാ ലീഗിനെ പറയാൻ പാടില്ല. അത്ര ജമീലെ താത്തി കൂട്ടും വനിതാ ലീഗിനെ പറയാൻ പാടില്ല. ജമീലെ താത്താന് പറയാനുള്ളത് രാഷ്ട്രീയത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജമീലെ താത്താന് മാത്രമല്ല പാലക്കാട്ടെ തങ്ങന്മാരെ വരെ പറഞ്ഞിട്ടുണ്ട്. പറയും അതിനൊക്കെ കേൾക്കാൻ ആണത്വം പുളുപ്പുള്ളവൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ വീട്ടുമ്മയായിട്ട് വീട്ടിലിരിക്കാൻ സാധിക്കണം. അതാണ് വേണ്ടത്. കല്യാണം കഴിക്കുമ്പോൾ തറവാട് ജംഷീർ കൊടിഞ്ഞിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ജംഷീർ, എന്ത് പരാമർശമാണ് നടത്തിയത്? ഇതിനെതിരെ പരാതി നൽകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? സൈഫാൻ ജിൽസി, അങ്ങേയറ്റം അശ്ലീലപരമായ സ്ത്രീവിരുദ്ധ പരാമർശമാണ് ഇപ്പോൾ ഈ CPM നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ 50% സ്ത്രീകൾ സംവരണം ചെയ്യപ്പെടുകയും ഈ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിലൊക്കെ സ്ത്രീകൾ രംഗത്ത് വരികയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിലാണ് ഒരു CPM നേതാവിന്റെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നതെന്നാണ്. CPMന്റെ ലോക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി മാത്രം ചുമതല മറ്റൊരാൾക്ക് നൽകിയ ഒരാളാണ്. ഇത്രയും കാലം CPM ലോക്കൽ സെക്രട്ടറിയാണ്. ഇപ്പോഴും അത്തരത്തിൽ CPMന്റെ ഈ മലപ്പുറം തെന്നല പഞ്ചായത്തിലെ പ്രമുഖനായ നേതാവാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇത്തരത്തിലൊരു പരാമർശം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ 1-ാം വാർഡിൽ ഈ തെന്നല പഞ്ചായത്തിൽ 1-ാം വാർഡ് വിജയിച്ചതിന്റെ വിജയാഹ്ലാദം ഇന്നലെ നടന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം മൈക്ക് കെട്ടി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പരാമർശം ഈ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ കാഴ്ചവെക്കരുത് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി മത്സരരംഗത്തിറക്കാൻ അല്ലെങ്കിൽ സീറ്റ് പിടിച്ചെടുക്കാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ കാഴ്ചവെക്കുന്ന സമീപനം സ്വീകരിക്കുന്നു ലീഗ് അല്ലെങ്കിൽ വനിതാ ലീഗ് എന്നുള്ള ഒരു അതിരൂക്ഷമായ അല്ലെങ്കിൽ അശ്ലീലമായ പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. തങ്ങളുടെ വീട്ടുകളിലൊക്കെ പെണ്ണുങ്ങളുണ്ട്, പക്ഷെ അവരൊക്കെ കഴിയുന്നത് അവരുടെ ഭർത്താക്കന്മാരെ കൂടെയാണ്. അല്ലാതെ പൊതു ഇടങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അന്യപുരുഷന്മാരുടെ കൂടെ ചെന്ന് അവർക്ക് വോട്ട് ചോദിച്ചുകൊണ്ടും അവർക്ക് കാഴ്ചവെച്ചുകൊണ്ടും അല്ല എന്ന തരത്തിലുള്ള അടക്കമുള്ള പരാമർശമാണ് പ്രസംഗമാണ് അദ്ദേഹം നടത്തുന്നത്. ഈ പ്രസംഗം നടത്തുമ്പോൾ കൂടെയുള്ള ആളുകൾ ആർപ്പ് വിളിച്ചുകൊണ്ട് കൈകൊട്ടുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം എന്നുള്ളതാണ്. ഇദ്ദേഹത്തിനെതിരെ അവിടെ ഒരു 20-അംഗ സംഘം വനിതാ ലീഗ് പ്രവർത്തകർ പ്രചരണം നടത്തിയിരുന്നു. ആ പ്രചരണമാണ് ഇത്തരത്തിൽ ഇവരെ പിടിക്കുകയാണ്. വളരെ മോശമായ പരാമർശം നടത്തി അതിന് കൈകൊട്ടുന്ന ആളുകളെ കൂടെ സത്യം പറഞ്ഞാൽ നാണിപ്പിക്കുന്ന ഒരു സംഭവം കൂടി. തീർച്ചയായും